ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഇങ്ങനെ ചുറ്റിനും കാട്, അതിൻ്റെ നടുക്ക് വയൽ, അതിൻ്റെ നടുക്കൊരു ഏർമാടം, അടിപൊളി ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. പിന്നെ ശരിക്കും നമ്മൾ ഇവിടെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വന്നതല്ല. പിന്നെ ശരിക്കും നമ്മൾ ഇവിടെയല്ല ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വന്നത്. നമ്മൾ ഈ ഫോറസ്റ്റിനോട് ചേർന്നൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ക്യാമ്പ് ചെയ്യാനാണ് വന്നത്. പക്ഷെ അവിടെ സേഫ് അല്ല എന്ന് അവർ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ക്യാമ്പ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ആർക്കും ഒരു ഉത്തരവാദിത്തമൊന്നുമില്ല. ഏത് സമയം ആന അതും ഇതൊക്കെ വരുന്ന സ്ഥലമാണ്, പന്നി ഒക്കെ വരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. പിന്നെ ഇത് തന്നെ, ഈ ഏർമാടം തന്നെ ആന, പന്നി, അങ്ങനെ കാട്ടുമൃഗങ്ങൾ വരുന്നതിന് കാവൽ നിൽക്കാനുള്ളൊരു സംവിധാനമാണ്. ഇതിൻ്റെ താഴ്ഭാഗം ഇത് ഈ തൊട്ട് ബാക്കിലൊക്കെ ഫോറസ്റ്റാണ്. നമുക്ക് എന്തെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാണാൻ പറ്റും. നമുക്ക് താട്ടൊന്ന് ഇറങ്ങി നോക്കാം അല്ലേ. ഇപ്പം തന്നെ ആ സൈഡിൽ കൂടെയൊക്കെ കുരങ്ങൊക്കെ ചാടി കളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ കുരങ്ങ് വന്ന് കുരങ്ങിനെ ഓടിക്കാൻ പോവാട്ടോ, അല്ലെങ്കിൽ നെല്ലൊക്കെ ആകെ കടിച്ച് നാശാക്കും. ആകാത്തങ്ങനെ പറിച്ചിട്ട് ശരി. ഇതാ നെല്ല്. ഇത് പറിച്ച് കളയല്ലേ? പറിച്ചിട്ട് ഇത് വിളഞ്ഞില്ലല്ലോ, ഇത് പറിച്ച കിട്ടില്ല. കണ്ടോ, അറിയില്ലല്ലോ. ഇതുകൊണ്ട് ഞങ്ങൾ ഇത് അടിക്കണല്ലേ? ഇത് മണ്ണ് അല്ലേ? മണ്ണ്. ശരി. അത് പല ഐറ്റമുണ്ട്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കണത് അല്ലേ? ഉണ്ടാക്കണം. ഇഷ്ടം പോലെ കുരങ്ങന്മാരാട്ടാ. കുരങ്ങന്മാരെ ഓടിക്കുകയാണ് ആ ചേട്ടൻ. ഈ കുരങ്ങന്മാർ വന്നിട്ടേ നെല്ല് പറിച്ച് കളയുക, പിന്നെ അതുപോലെ നെല്ല് പറിച്ച് തിന്നുകയല്ല, വെറുതെ പറിച്ച് ഒടിച്ചങ്ങോട്ട് ഇടുക. അപ്പോൾ എന്ത് ചെയ്തു, പുള്ളിക്കാരൻ വന്നിട്ടേ ആ സാധനം വെച്ചിട്ട് ഒരു മണ്ണ് പോലത്തെ, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കല്ലാട്ടോ. കല്ലല്ല, നമ്മൾ സാധാരണ കല്ലല്ലേ നമ്മൾ സാധാരണ ഇങ്ങനെ കവണയിൽ വെച്ച് വിടുക. ഇതൊരു സൈസ് മണ്ണ് ഇങ്ങനെ ഉരുട്ടി ഉണക്കി നല്ല ബോൾ പോലെ ആക്കിയിട്ട് വിടുക. അങ്ങനെ ഓടിക്കുന്നുണ്ട്. ഞാനിങ്ങോട്ട് പോകുന്ന സമയം ലേറ്റ് ആയില്ലേ. പുള്ളി പറഞ്ഞ ആ സൈഡിൽ കൂടെ ഒക്കെ ആന വരുന്നതാണ്. അപ്പോൾ ആന വരുമ്പോൾ ഇതിനകത്ത് നോക്കിയിരിക്കും. ആന ആ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ ഇറങ്ങിയിട്ട് ഇവിടെ തീയിടുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും നമുക്ക് നോക്കാമല്ലേ, ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ സെറ്റാക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആനനെയോ മാനിനെയോ എന്തെങ്കിലുമൊക്കെ കാണാം. സമയം ഏകദേശമൊക്കെ ഇരുട്ടായി തുടങ്ങി. നമുക്കെന്തായാലും കുക്കിംഗ് ഒക്കെ കഴിച്ചു വെക്കാം അല്ലേ. നമ്മൾ പണ്ട് ആദ്യം നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റൗ ആട്ടത്. ഇത് കണ്ടില്ലായിരുന്നു ഞാൻ, എവിടെയാണ് വെച്ചതെന്നൊന്നും ഒരു ഓർമ്മയില്ലായിരുന്നു. പക്ഷേ ഇന്നലെ ഇങ്ങനെ തപ്പിയപ്പോൾ എന്തായാലും കിട്ടി. ഇത് കണ്ടോ, ഇതാകുമ്പോൾ കാറ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. നല്ല ഇതായിരുന്നു. നമ്മൾ അധികം ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. എന്തോ ഒരു ചെറിയ പ്രശ്നം ഇതിനുണ്ടായിരുന്നു, വാഷറിൻ്റെ എന്തോ. ഇതിങ്ങനെ ചെറിയ ഇളക്കമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ടൈറ്റാക്കി കൊണ്ടുവന്നതാണ്. എന്തായാലും ഇനി കാറ്റിൻ്റെ ഒരു പ്രശ്നം വരില്ല. പക്ഷേ ഇത് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ബാഗിലൊക്കെ വെച്ച് നടക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ജാമായിട്ട് ഈ ചിറകൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കും. ഇതൊക്കെ വളഞ്ഞതായിരുന്നു, ഞാൻ നൂത്ത് റെഡിയാക്കി എടുത്തതാണ് ഇപ്പോൾ. എന്തായാലും ഇത് കുഴപ്പമില്ല. നമുക്കെന്തായാലും നമ്മുടെ ഫുഡിനുള്ള പരിപാടി നോക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മളിന്ന് ഫുഡിന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഫുഡിന് ഇന്ന് കൊണ്ടുവന്നത്.
ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ കുക്കറിനകത്ത് ഇടും. അയ്യോ ഇന്നത് കൊള്ളൂലേ, ഒന്നുകൂടി കട്ട് ചെയ്യണം. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊണ്ടുവരുന്നുണ്ട്. ഇനി ഇത് അടയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അടയ്ക്കാൻ പറ്റും. ഉപ്പ് പൊടി ഇട്ടു. സംഭവം സെറ്റാണ്. ഇത് നല്ലോണം കത്തണമുണ്ട് കേട്ടോ നമ്മുടെ ഈ സ്റ്റവ്. ഞാനൊന്ന് ക്ലീൻ ചെയ്തായിരുന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫുഡ് റെഡി ആവട്ടെ അല്ലേ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്ക് എന്തായാലും ലൈറ്റ് എടുത്ത് കയ്യിൽ വെക്കണം. നമുക്ക് ആ സൈഡിലാണ് ഫോറസ്റ്റ് ഉള്ളത്, അവിടെ നിന്നാണ് നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുകയാണെങ്കിലും കാണാൻ പറ്റും. ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആനനെ എന്തെങ്കിലും കാണാം. എന്താ വെച്ചാൽ ഇങ്ങോട്ട് കിടക്കില്ല കേട്ടോ ആന. എന്ന് വെച്ചാൽ അവിടെ കറണ്ട് കമ്പിയുടെ എർത്തിൻ്റെ കമ്പി ഇങ്ങനെ പോകുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് എന്തായാലും കിടക്കില്ല. അത് ഇവിടുന്ന് ആൾക്കാരും പറഞ്ഞു ഇങ്ങോട്ട് അങ്ങനെ ഇപ്പോൾ വരലില്ല, കറണ്ട് കമ്പി ഇട്ടതുകൊണ്ട് വരലില്ല. ആദ്യമൊക്കെ ആണെങ്കിൽ ഇറങ്ങി വരുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കറണ്ട് കമ്പിയുടെ മുകളിൽ കൂടെ വല്ല മരമൊക്കെ തള്ളിയിട്ടിട്ട് അങ്ങനെയൊക്കെ ചാടി കിടക്കുമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ സെറ്റാണ്. മതിയില്ലേ, 2 വിസിൽ ഓക്കെയാണ്. ഇനി നമ്മൾ അടുത്ത പരിപാടി കുറച്ച് മുളക് പൊടി ഇടുക. ഇതിനകത്ത് പിഴിയുക. ഇതോട് പിഴിയല്ലേ. ഓഫ് സെറ്റ്. സെറ്റായി, വെന്തു. നല്ല മധുരം കിട്ടാ. നമ്മൾ ക്യാമറയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. ഇനി കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ സംഭവം സെറ്റായി.
ഇങ്ങനത്തെ ഫുഡ് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മുടെ ഫുഡ് റെഡിയായി. ഇനി കുറച്ച് കട്ടൻ കാപ്പി കൂടി വെച്ചാൽ സംഭവമൊക്കെ. അപ്പം എന്തായാലും കാപ്പി റെഡിയായി. ഇവിടെ ഇരിക്കട്ടെ. സംഭവം പൊളി കേട്ടോ. ഇവിടെ എവിടെയോ ആരോ വർത്താനം പറയുന്നുണ്ട്. ഫോൺ വിളിക്കണം. അല്ല, രണ്ടാൾക്കാർ വർത്താനം പറയുക. നമുക്ക് തോന്നുന്നതേ നമ്മൾ ലൈറ്റ് കണ്ടുകൊണ്ടായിരിക്കും. ചിലപ്പോൾ ഇങ്ങോട്ട് വരാനും ചാൻസ് ഉണ്ട്. നോക്കാമല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫുഡ് നമ്മൾ കഴിക്കുകയാണ്. മൈക്ക് താത്തി വെക്കാല്ലേ. സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുളി ശകലം കൂടി. നാരങ്ങൻ്റെ ഒരു പീസ് മതിയായിരുന്നു. സത്യം പറയാലോ, ഒരു ടേസ്റ്റും ഇല്ല. എന്തോ പോലെ. വെറുതെ പുഴുങ്ങിയിട്ട് ഉപ്പിട്ട് തിന്നാൽ മതിയായിരുന്നു. മുളക് പൊടിയും വേസ്റ്റായി, നാരങ്ങയും വേസ്റ്റായി, ഒരു ടേസ്റ്റും ഇല്ല. പുളിയാണെങ്കിൽ ഒടുക്കത്തെ പുളി. എന്താ ചെയ്യുക, വേറൊന്നും തിന്നാനുമില്ല. വലിയ കാര്യമായിട്ടൊരു ഫുഡ് വെറൈറ്റി എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. എന്തായാലും കുറച്ചുകൂടി തിന്നാലേ, വേറൊന്നും തിന്നാനില്ല. വെറുതെ ഉപ്പിട്ട് പുഴുങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയേനെ. നിങ്ങൾ തിന്നതാ ടേസ്റ്റ്. വെറുതെ രണ്ടെണ്ണം നശിപ്പിച്ചു കളഞ്ഞു. എന്ത് ചെയ്യാൻ?
ഇത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റൗവിനേക്കാളും നല്ലോണം പവറായിട്ട് കത്തണമൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ഗ്യാസ് ഉള്ളെങ്കിലും നല്ല പവറൊക്കെ ഉണ്ട്. ഇത് ഞാൻ അന്ന് പണ്ട് ഒമാനിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അന്ന് അവിടുന്ന് എത്രയായിരുന്നു പൈസ? നമ്മുടെ നാട്ടിലൊരു 600 രൂപ 700 രൂപ ഒക്കെയാണെന്ന് തോന്നുന്നുണ്ട്, കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ ഇത് കൊണ്ടുവന്നിട്ട് ഒരു വട്ടം കണ്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് അങ്ങനെ അവിടെ ഇട്ടെന്ന് പറഞ്ഞാലേ ഇതിങ്ങനെ ബാഗിൽ വെച്ചിട്ട് ഈ പൂവൊക്കെ കൂടി ഈ ചിറകുണ്ടല്ലോ ഇതൊക്കെ കൂടി ഞളുങ്ങി ഒടുങ്ങി അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഓരോന്ന് ഊരി ഞാൻ റെഡിയാക്കി സെറ്റാക്കി എടുത്തതാണ് ഇപ്പോൾ ഇത്. എന്തായാലും ഇത് സെറ്റായി. ഭയങ്കര എരിവും പുളിയും ഒക്കെ കൂടെ ആയിട്ട് എന്തോ പോലെ. വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് താഴോട്ടിറങ്ങി നോക്കാം അല്ലേ. നമ്മൾ തൽക്കാലം മേളിലോട്ട് തന്നെ കയറാം അല്ലേ. എന്നുവെച്ചാൽ ഇവിടെ നിൽക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ എന്തിനാ വെറുതെ. സത്യം പറഞ്ഞാലേ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് അതിൻ്റെ സത്യം. ആന വല്ലതും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അവർ മിണ്ടാണ്ട് അവിടെ അപ്പുറത്ത് വന്ന് നിൽക്കും. പക്ഷേ നമ്മളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് പോയി. അതൊരു ഐഡിയ. ഞാൻ വിചാരിച്ചു അതിനുള്ളിൽ കൂടെ പോയ റൂട്ടറിൽ കാണാം, ഇനി വരികയാണെങ്കിൽ കാണാമെന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും വരില്ല കേട്ടോ. പക്ഷെ മാനൊക്കെ വരുമായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങോട്ട് നമ്മുടെ ലൈറ്റ് പോരാ. കുഴപ്പമില്ല, നമുക്കെന്തായാലും ഇവിടെ സൈഡാവാം അല്ലേ. എന്നിട്ട് രാത്രി വല്ല ഒച്ചയും വെള്ളം കേട്ടാൽ നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കും. ഇതിന്ന് പുറത്തിറങ്ങൂല, ഇവിടെ നിന്ന് തന്നെ ലൈറ്റ് അടിച്ച് നോക്കും. ഉണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം, അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ആ ലൈറ്റ് അവിടെ തൂക്കിക്കൊണ്ട് ഭയങ്കര ഈച്ചയാണ്. വലിയ തണുപ്പൊന്നുമില്ലെന്ന്, കാലാവസ്ഥയൊക്കെ പക്കയാണ്. എങ്കിലും നമ്മളൊരു ഷീറ്റ് കരുതിയിട്ടുണ്ട്, അത് ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ലൈറ്റ് എടുത്ത് അങ്ങോട്ട് വെക്കാം. ഭയങ്കര ഈച്ച. ലൈറ്റ് ഓഫ് ആക്കിയാലേ ഇപ്പോൾ ഈച്ച പോകുള്ളൂ. അപ്പുറത്തുനിന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ആൾക്കാരതേ. പക്ഷെ ആനയും മൃഗങ്ങളും എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഈ ഇവിടെയുള്ള ആളുകളെല്ലാവരും കൂടെ ഒന്ന് ചേരും. ഇങ്ങനെ ഒത്തു ചേർന്നിട്ട് ഒച്ചയും ബഹളവും ലൈറ്റും പന്തൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങും. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഒച്ചയും ബഹളവും നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ബാക്കി നമുക്ക് രാവിലെ നോക്കാം അല്ലേ. ഇനി രാത്രി എന്തെങ്കിലും ഒച്ചയും ബഹളം ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. പിന്നെ വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, സപ്പോർട്ട് ചെയ്യട്ടോ. അവിടുന്ന് അക്കരെ കുന്നിന്ന് ആരോ ടോർച്ച് ഇങ്ങോട്ടടിച്ച്. നമ്മുടെ ഈ ലൈറ്റ് കണ്ടിട്ടായിരിക്കും. ഞാൻ പുറത്തൊരു ലൈറ്റ് തൂക്കിയിട്ടുണ്ടല്ലോ, അത് ഓഫാക്കണില്ല, ഇത് ഓഫാക്കാം അല്ലേ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. പിന്നെ രാത്രി എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ.
പ്രത്യേകിച്ചൊന്നുമില്ല. അയ്യോ, ഭയങ്കര ഈച്ചയാ. ഇപ്പോഴേ ഉറക്കം വരില്ല. കുറച്ചു നേരം ഇങ്ങനെ കിടന്നിട്ട് പതുക്കെ കിടന്നുറങ്ങാം അല്ലേ? അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. രാത്രി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ, ഇല്ലെങ്കിൽ ബാക്കി രാവിലെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ലൈറ്റ് ഓഫ് ആക്കട്ടെ, ഭയങ്കര ഈച്ച. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സമയം ഏകദേശം 6:30 ആയിട്ടോ. പിന്നെ നേരം വെളുത്തു, പക്ഷെ നല്ല മഞ്ഞും നല്ല തണുപ്പും സെറ്റപ്പ്. ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിഞ്ഞില്ല, കിടന്നതേ അറിഞ്ഞുള്ളൂ. നല്ല ഉറക്കമായിരുന്നു, പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ, നമ്മൾ കിടന്ന സമയത്തൊന്നും തണുപ്പില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പ്. എന്തായാലും ഉറക്കം അടിപൊളിയായിട്ടോ. എന്തായാലും 6:30 ആയപ്പോഴത്തേക്ക് നേരം വെളുത്തുട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ വയലായതുകൊണ്ടേ നിങ്ങൾ കിടന്നപ്പോഴൊന്നും അത്ര തണുപ്പില്ല, പക്ഷെ ഇപ്പോഴല്ല, രാത്രി മുതൽ ഭയങ്കര തണുപ്പ്. നമ്മൾ മൃഗങ്ങളെന്തെങ്കിലും കാണുന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിനെയും കണ്ടൊന്നുമില്ല, കാണാനൊന്നും പറ്റുമൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല. പിന്നെ അവിടുന്ന് മാനൊക്കെ കരയുന്ന സൗണ്ട് കേട്ടു, ഇങ്ങനെ കൂക്കൂന്ന് കരയുന്ന സൗണ്ട് കേട്ടു, അല്ലാണ്ട് ഒന്നിനെയും കണ്ടില്ല. ഞാൻ കിടന്നപാടെ ഉറങ്ങിയില്ല, പിന്നെ കുറേ നേരം അങ്ങനെ മൊബൈലൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു. എന്നിട്ട് ഞാൻ കിടക്കാൻ നേരത്ത് ഒന്ന് ലൈറ്റ് അടിച്ച് നോക്കി, ഇറങ്ങിയൊന്നും പോയില്ല, മേളിൽ നിന്ന് ലൈറ്റ് അടിച്ച് നോക്കി, പക്ഷേ ഒന്നിനെ അങ്ങനെ കാണാനൊന്നും പറ്റിയില്ല. പിന്നെ ഫോറസ്റ്റിനോട് ചേർന്ന് തന്നെയാണ്, പക്ഷേ ഈ ഫോറസ്റ്റിൻ്റെ ഇതേപോലെ അതിർത്തിയിൽ ഏർമാടങ്ങളുണ്ട് ഇവിടെ. പക്ഷെ അതിനകത്ത് നമുക്ക് പെർമിഷൻ കിട്ടുമോയെന്ന് അറിയില്ല. അങ്ങനെയുള്ള സ്ഥലത്താണെങ്കിൽ പക്ഷെ അവിടെ കിടക്കാൻ സമ്മതിക്കുമെന്നും അറിയില്ല. ആനകളൊക്കെ വരുന്നുണ്ടേ. നമ്മൾ ഈ വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് മനസ്സിലായിക്കോണമെന്നില്ലല്ലോ, അവരെന്ത് വേറെ എന്തിനേലും വന്നാണെന്നൊക്കെ വിചാരിച്ചാലോ. പിന്നെ ഈ കാടിൻ്റെ ഏരിയ ഒക്കെ അല്ലേ, നമ്മൾ ഈ ബാഗും അതും ഇതൊക്കെ എടുത്തിട്ട് മാവോയിസ്റ്റാന്നൊക്കെ വിചാരിക്കും ചിലപ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് പതുക്കെ വിടാനുള്ള പരിപാടിയാണ്. പിന്നെ നമ്മളിനി വേറെ ഏതെങ്കിലും സ്ഥലം നോക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഏതെങ്കിലും ഒരു ഫോറസ്റ്റിൻ്റെ സൈഡിലുള്ള ഏർമാടം കിട്ടുമെന്ന് നോക്കണം. അങ്ങനെ കിട്ടുമെന്ന് ഉറപ്പില്ല. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ അനിമൽസിനൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഇവിടെയും കാണാം, പക്ഷേ നമ്മൾ പുറത്തോട്ട് അങ്ങനെ ഇറങ്ങി നമ്മൾക്ക് ആ ലൈറ്റൊന്നും സേഫല്ല. ഒരാളും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമായേനെ. അവിടെ ആ വയലിൻ്റെ സൈഡിലൊക്കെ പോയി നിന്നാലേ അവിടെ അങ്ങനെ കറണ്ട് കമ്പി ഉണ്ട്, ഇങ്ങോട്ടൊന്നും അങ്ങനെ പെട്ടെന്ന് വരില്ല. പക്ഷെ വരണമെന്ന് വിചാരിച്ചാൽ വരികയും ചെയ്യും. അപ്പോൾ ഒരാളും കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് ലൈറ്റ് അടിച്ചൊക്കെ ഇങ്ങനെ നോക്കാമായിരുന്നു. പക്ഷേ അതിനൊന്നും പറ്റിയില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലായിരുന്നു. ഞാൻ പിന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഇത്രയും ചെയ്യട്ടോ. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പിന്നെ ഇപ്പോൾ ചാനൽ കുറച്ചും കൂടിയൊക്കെ ഒന്നുകൂടി നന്നായി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതായത് കുറച്ചുകൂടിയൊക്കെ വ്യൂസ്, പഴയതിനേക്കാളും കുറച്ചുകൂടിയൊക്കെ വ്യൂസ് ആയി വരുന്നുണ്ട്, കുറേ ലൈക്ക് കൂടുന്നുണ്ട്, കമൻറ്റുകൾ കൂടുന്നുണ്ട്. നിങ്ങളെല്ലാം സപ്പോർട്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആയി വരാനും ഇതിനൊക്കെ ഒരു കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ, അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യും.
അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും കേട്ടോ. ഓക്കെ, ഞാൻ എന്തായാലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതൊക്കെ വിടട്ടെ. ഇവിടെയൊക്കെ നിറച്ച് വെള്ളമാണ്. അതായത് ഈ ചെടികളിൽ ഈ നെല്ലിലൊക്കെ നിറച്ച് വെള്ളം, മഞ്ഞുവെള്ളേ, മഴവെള്ളം പോലെ മഞ്ഞുവെള്ളം. അത്രയും മഞ്ഞാണ് സൈഡിൽ കൂടിയൊക്കെ. ഒരിടയിൽ ഒരു ഫോഗ് മൂടി നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ വിടണേ.